വീഡിയോയും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. IQവും EQവും തമ്മിലുള്ള വ്യത്യാസവും അതായത് IQ മാത്രം മുറുക്കെ പിടിച്ചിട്ട് ഈ EQ ലെവല് ബാലൻസിങ് തെറ്റിപ്പോകുമ്പോൾ ഒരു മനുഷ്യൻ എത്രത്തോളം സ്വയം അപകടകാരിയാകുന്നു, മറ്റുള്ള സമൂഹത്തിലോട്ട് അവൻ എത്രമാത്രം ഡേഞ്ചറസ് ആകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട്. അത് ഇടാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ ആ ഒരു വനിതാ ഡോക്ടർ മറ്റൊരു സ്ത്രീയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഒരു കേസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അത് ആ കേസ് തന്നെ പിന്നെ ഒരു ഫിലിമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആ സ്ത്രീയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ IV ശശിയുടെ അക്ഷരത്തെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഏതാണ്ടൊക്കെ ഈ കഥയായിട്ട് ഈ ഒരു പേഴ്സണാലിറ്റി ആയിട്ട്. അപ്പം ഈ സിനിമകൾ എന്ന് പറയുന്നതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടാണല്ലോ ഒരു കഥ ഉണ്ടാക്കുന്നത്. അപ്പം IQവും EQവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അത് തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആവാത്തപ്പോൾ വരുന്ന അപകടം ഒരു വ്യക്തിയെ, നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് ഇമോഷൻസ് താളം തെറ്റുമ്പോൾ അവൻ്റെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് വളരെ മനോഹരമായിട്ട് കാണിച്ച വേറൊരു ഫിലിം ഉണ്ടായിരുന്നു. സന്ധ്യമയങ്ങും നേരം എന്നാട്ടോ സിനിമയുടെ പേര്. ഭരത് ഗോപിയുടെ ഏറ്റവും നല്ലൊരു മൂവിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് ഭരത് ഗോപി. അതിൽ അദ്ദേഹം അഭിനയിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ടൊരു ഫിലിമാണ് സന്ധ്യമയങ്ങും നേരം. അത് ഒരു ജഡ്ജ്. അപ്പോൾ ഒരു ജഡ്ജ് എന്ന് പറയുമ്പോൾ എന്താ, സാധാരണ നമ്മുടെ എല്ലാ എല്ലാ പ്രൊഫഷനിലും മാറ്റി നിർത്തിയാലും ജഡ്ജ് എന്ന് പറയുമ്പോൾ വേറൊരു തലമാണ്. നമ്മൾ നിയമ പുസ്തകങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലോട്ട് വിധി നടപ്പിലാക്കാൻ, അപ്പം ആ നിയമത്തിൻ്റെ പാതയിലോട്ട് സഞ്ചരിച്ച് മറ്റൊരു വ്യക്തിയുടെ വിധി, ഒരു കുറ്റവാളിയുടെ വിധി നടപ്പിലാക്കുമ്പോൾ നീതി വേണം. അപ്പം നീതിയും ന്യായവും നോക്കണം. അപ്പം ന്യായമായ കാര്യങ്ങൾ ചിലപ്പം ചെയ്യാൻ പറ്റണമെന്നില്ല. മനുഷ്യന് എപ്പോഴും നീതി ന്യായം നോക്കണം എന്നാണ്. പക്ഷേ ചിലപ്പോൾ അതായത് നിയമത്തിൻ്റെ പാതയിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ന്യായമായ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ഒരു താളം തെറ്റൽ. കാരണം നമ്മൾ ബേസിക്കലി ഭയങ്കര സെൻസിറ്റീവും അങ്ങനെയൊക്കെ ആണെങ്കിൽ മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന സഹതാപവും എമ്പതിയൊക്കെ ഉണ്ട്. അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്തായി തീരും. അപ്പോൾ ജഡ്ജ് എന്നൊക്കെ പറയുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് IQവും EQവും അത്രയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം. ചിലപ്പോൾ നമുക്ക് ന്യായമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിലിമായിരുന്നു സന്ധ്യമയങ്ങും നേരം. കാണാത്തവരുണ്ടെങ്കിലൊന്നും കാണാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഇപ്പോഴത്തെ ഒരു 30s നിൽക്കുന്നവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കാണണം കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് ഹൈ IQ ഉള്ള ഒരാൾക്ക് ഇമോഷണൽ ബാലൻസിങ് തെറ്റിയാൽ എന്ത് പറ്റും എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും.